Hello friends, welcome to my YouTube channel. This is me Nurjahan. അപ്പോൾ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ബോട്ടിൽ ആർട്ടാണ്. അപ്പം ബോട്ടിലൊക്കെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഈ ബോട്ടിലാണ് നമ്മൾ ഇന്ന് ആർട്ട് ചെയ്യാൻ പോണം. ബോട്ടിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കളേഴ്സ് റെഡിയാണ്. സോ നമുക്ക് സ്റ്റാർട്ട് ആക്കാം ഗൈസ്. അപ്പം നമുക്ക് നമ്മുടെ കയ്യിൽ കുഞ്ഞ് ബ്രഷാണ് കേട്ടോ. അപ്പം അത് വെച്ചിട്ട് നമുക്ക് പെയിന്റിങ് സ്റ്റാർട്ട് ആക്കാം. നമുക്ക് യെല്ലോ കളർ അടിച്ചു കൊടുക്കാം. സ്റ്റാർട്ടാക്കാം കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. യെല്ലോ കളറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ മോളിൽ നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഇതെൻ്റെ ആദ്യത്തെ ബോട്ടിൽ ആർട്ടാണ്. സോ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. എന്തെങ്കിലും കുറ്റങ്ങളോ കുറവുകളോ ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ഇടണം. അതിൽ നിന്ന് ഞാൻ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്നതായിരിക്കും. ആക്ച്വലി ഈ ഒരു കുപ്പിയുടെ കളറുമായിട്ട് നമുക്ക് ഈ ഒരു യെല്ലോ ഷെയ്ഡ് അത്ര സ്യൂട്ട് ആവുന്നില്ല. ബട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിട്ട് നമുക്കിത് അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്യാം. പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന ബ്രഷ് ചെറിയൊരു ബ്രഷാണ്. അപ്പം അതിൻ്റെതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടായിരുന്നു. കാരണം ഞാൻ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. എനിക്കറിയത്തില്ലല്ലോ ഏത് തരം ബ്രഷാണ് യൂസ് ചെയ്യേണ്ട. ഞാൻ ഇതിനെപ്പറ്റി കൂടുതലും ആരോടും ചോദിക്കാനോ പിടിക്കാനോ ഒന്നും നിന്നിട്ടുമില്ല. സോ എനിക്കറിയാവുന്ന രീതിയിൽ എൻ്റെതായിട്ടുള്ള രീതിയിൽ ഞാൻ ചെയ്യുവാണ്. അപ്പം കുറച്ച് ടൈം പിടിക്കുന്നുണ്ട് നമ്മൾ ബ്രഷ് വെച്ചിട്ട് ചെയ്യാനായിട്ട്. അപ്പം ഒത്തിരി ടൈം ആയി. പിന്നെ എൻ്റെ ഡ്രസ്സ് ഉണ്ടല്ലോ, ഡ്രസ്സിന് ആ റീൽസ് എടുക്കാൻ വേണ്ടിയിട്ട് ഇട്ടതായിരുന്നു. പിന്നെ ഞാൻ ചേഞ്ച് ചെയ്തില്ല. എനിക്കാണെങ്കിൽ ക്ലാസ്സിന് പോകണമായിരുന്നു. അപ്പം ടൈം ആയതുകൊണ്ടിട്ട് ഞാൻ ഡ്രസ്സ് മാറ്റാനൊന്നും നിന്നില്ല. ആ ഡ്രസ്സിൽ തന്നെ ഞാൻ ബോട്ടിൽ ആർട്ട് ചെയ്യാനാണ് നിന്നത്. അപ്പം കളറ് ഡ്രസ്സിലാകുമെന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. വലുതായിട്ടൊന്നും ആയിട്ടില്ല. ഒരു ചെറുതായിട്ട് മാത്രമേ ആയിട്ടുള്ളായിരുന്നു. അതുകൊണ്ട് പിന്നെ കുഴപ്പമുണ്ടായില്ല. പിന്നെ ഞാൻ ഇത് ഉണക്കാൻ വെച്ച ടൈമിൽ പോയി ഡ്രസ്സൊക്കെ മാറി സ്കൂൾ മീൻസ് ക്ലാസ്സിൽ പോകണമായിരുന്നല്ലോ. സോ ക്ലാസ്സിൽ പോകാനായിട്ട് ഡ്രസ്സെല്ലാം ചേഞ്ച് ആക്കി പോയിട്ടും വന്ന് ബാക്കി വീഡിയോ എടുത്തത്. വിചാരിക്കണ പോലത്തെ പരിപാടിയല്ല കേട്ടോ. സിമ്പിളല്ല, ഭയങ്കര പണിയാണ്. ആദ്യത്തെ തവണ ചെയ്യുന്നത് കൊണ്ടിട്ടാണോ എന്നറിയില്ല. എനിക്കപ്പോൾ ഇത് ഭയങ്കരമായിട്ട് പാടുള്ള പോലെ തോന്നി. പാട് മീൻസ് അങ്ങനെയല്ല, ഭയങ്കര ടൈം പിടിച്ചു, ഭയങ്കര ലാഗ് അടിപ്പിച്ചായിരുന്നു. അപ്പം പിന്നെന്ന് വെച്ചാൽ ചെറിയ ബ്രഷിന്റെ കുഴപ്പമായിരിക്കും ചിലപ്പോൾ, അറിയില്ല എന്താന്ന്. എന്നാലും ടൈമായി. ഓ ഗൈസ്, എൻ്റെ കയ്യിലായി ഗൈസ്. എന്താ മോനെ ജാട, പച്ചയായ ജാട. ഓ അയ്യോ ഗൈസ്, എൻ്റെ ഡ്രസ്സിലായി ഗൈസ്. എന്താ മോനെ പച്ചയായ ജാട. അപ്പൊ ഗൈസ്, ഒത്തിരി എൻജോയ് ചെയ്തിട്ടാണ് ഞാൻ ഈ വർക്ക് ചെയ്യുന്നത്. പാട്ട് പാടിയും കളിച്ചും ചിരിച്ചും ഒക്കെയാണ് ഞാൻ ഈ വർക്ക് ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ് കിട്ടിയായിരുന്നു. പിന്നെ എന്ന് വെച്ചാൽ വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇച്ചിരി ടൈം പിടിച്ചു, ലാഗ് അടിപ്പിച്ചു. ആ ഒരു പ്രശ്നം വെച്ചത് ഓക്കെ, സെറ്റാണ്. അപ്പൊ ഗൈസ്, നമ്മളിപ്പോ ഈ പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. അയ്യോ എന്റെ കുഞ്ഞോ, ഇന്നെന്റെ കൈ മുഴുവനും ഇതുകൊണ്ട് നിറയുമെന്നാണ് തോന്നുന്നത് ഗൈസ്. ഗൈസ് അതേ ഇത് നോക്കൂ.
എൻ്റെ കയ്യിലൊക്കെ ആയി ഗൈസ്. ആകെ ആ കുപ്പിയിൽ അടിച്ച് വെച്ചത് പോലും എൻ്റെ കയ്യിലോട്ടായി. ആകെ കയ്യിൽ മുഴുവനുമായി. അപ്പം ഞാൻ ആ കൈ പറ്റിയതിൻ്റെ ആ ഒരു ഭാഗം ഞാൻ അതേ ഫില്ല് ചെയ്ത് കൊടുക്കുവാണേ. അപ്പം അതും കൂടി ഫില്ല് ചെയ്ത് വെച്ചിട്ട് വേണം ഉണക്കാൻ വയ്ക്കാനായിട്ട്. അപ്പം കയ്യിലുമായിട്ട് കൈ പിടിച്ചിരിക്കുന്ന കണ്ടില്ല ഞാൻ. അപ്പം നമ്മൾ ഇത് ഉണങ്ങാൻ കുറച്ച് ടൈം കൊടുക്കണം കേട്ടോ ഗൈസ്. ഇത് ഉണങ്ങാൻ ഇച്ചിരി ടൈം കൊടുക്കണം. അപ്പം ഗൈസ് ഉണക്കാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ ഭംഗിയൊക്കെ നോക്കി ഞാൻ തന്നെ സ്വയം ഒന്ന് സമാധാനിക്കുകയായിരുന്നു. അപ്പൊ ഓൾമോസ്റ്റ് ഇത് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലെ ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ഇതിപ്പോ ഇത് തന്നെ ഓൾറെഡി ഒരു ഡിസൈൻ ആയിട്ട് കൂട്ടാം. എന്നാലും നമുക്ക് വേറെ അപ്പൊ അതിന് വേണ്ടിയിട്ട് ബഡ്സ് ആവശ്യമുണ്ട്. അപ്പൊ ബഡ്സ് എടുക്കാൻ മതി. ബഡ്സ് വെച്ചിട്ടാണ് ചെയ്യാൻ പോവാ. നമുക്കപ്പോ ഒരു ബഡ്സ് എടുക്കാം കേട്ടോ. നമുക്കപ്പ 2 കളർ വേണം. അപ്പൊ ഞാൻ എടുത്തേക്കണത് റെഡും ബ്ലൂവും ആണ് കേട്ടോ. അപ്പോൾ ഗൈസ് നമുക്ക് റെഡ് എടുക്കാം ഫസ്റ്റ്. ഇതിലാണെങ്കിൽ വെള്ളം പോലെ ഇരിക്കും. അപ്പം ഞാൻ ഒന്ന് ഷെയ്ക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. ഫസ്റ്റത്തെ കളർ പെയിൻ്റ് അല്ല, സോ അതിൽ വെള്ളം ഇങ്ങനെ മുകളിൽ ഇങ്ങനെ വന്നിരിക്കണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഷെയ്ക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് റെഡ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പം നമുക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. അപ്പം റെഡ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഡോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ ഫ്ലവറാണ്, ഫ്ലവർ പ്രിൻ്റാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഫ്ലവറിൻ്റെ ഡിസൈനാണ്. സോ നമുക്ക് അതിൻ്റെ നടുക്കലത്തെ ആ ഒരു പോർഷനായിട്ടാണ് റെഡ് എടുത്തിരിക്കണം. ബാക്കി ഇതളുകൾക്കാണ് നമ്മൾ ബ്ലൂ എടുത്തിരിക്കണം. അപ്പം നമുക്ക് ആ ഒരു നടുക്കത്തെ ഭാഗം കുറച്ച് ഡിസ്റ്റൻസ് ഒക്കെ ഇട്ടിട്ട് നമുക്ക് ഇങ്ങനെ ഡോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഗൈസ് ഇപ്പോൾ ആദ്യത്തെ ആ മോൾ ഭാഗം മാത്രമാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ വേറെ ഒന്നുമല്ല, നമുക്ക് പിടിക്കാനായിട്ടുള്ളൊരു പോർഷൻ ഉണ്ടാവത്തില്ല മൊത്തത്തിൽ ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ. അതുകൊണ്ടിട്ടാണ് ഇപ്പം ഒരു സൈഡ് മാത്രം ചെയ്യണത്. ഗൈസ് എൻ്റെ പരിശ്രമം പോവാനായെന്ന് തോന്നുന്നു. ഒരു ഡൗട്ട്. ബിക്കോസ് എന്താ ഗൈസ് ഞാൻ ഇതിൽ എക്സ്പേർട്ട് ഒന്നും അല്ല കേട്ടോ. ഫസ്റ്റ് ടൈം ആണ് ട്രൈ ആക്കണം. അപ്പം കുറച്ച് പോരായ്മയൊക്കെ ഉണ്ടാവും. സോ എന്നോട് മാപ്പാക്കണം. കുളവായി ഗൈസ് കുറച്ചൊക്കെ. എന്ത് ചെയ്യാനാ. ഇത് കണ്ടോ, പുള്ളി ഇട്ടതാ എങ്ങനെ ആയിപ്പോയി. എങ്ങനെ ഇത് കണ്ടോ. ബാക്കി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അയ്യോ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് സെറ്റ് ചെയ്ത് അപ്പം നമുക്ക് ബ്ലൂ ഇട്ട് കൊടുക്കാം. ബ്ലൂ നമുക്ക് ഫ്ലവർ പോലെ സൈഡിൽ ഇങ്ങനെ 1 by 1 ആയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഡോട്ട് ബഡ്സ് വെച്ചിട്ട് തന്നെയാണ് ഡോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇതേപോലത്തെ കുപ്പികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് വീട്ടിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അതായത് അത്ര പെർഫെക്ഷനൊന്നും അല്ല ഞാൻ പറയണത്. നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം വെറുതെ വീട്ടിൽ ടൈമൊക്കെ ഒരുപാട് വെറുതെ കളയുന്നവരുണ്ടാവില്ലേ. പെയിന്റിന്റെ കുഴപ്പമാണ് ഗൈസ്, എന്റെ കുഴപ്പമല്ല കേട്ടോ. ഞാൻ നല്ല സൂപ്പറായിട്ട് തന്നെ ഉണ്ടായി. സത്യമായിട്ട് എൻ്റെ കുഴപ്പമല്ല കേട്ടോ. കൊട്ടരുത്. ബ്ലൂ കളർ വെച്ചിട്ട് ചെയ്യുമ്പോൾ ബ്ലൂ കളറിൽ വെള്ളം പോലെ ആയിട്ടാണ് തോന്നുന്നു. അത് ഇങ്ങനെ സൈഡിലേക്ക് കുറച്ച് ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു, ഇങ്ങനെ ഒലിച്ച് പോകുന്നുണ്ടായിരുന്നു വെള്ളം. അതുകൊണ്ട് ഞാൻ താഴെ വെച്ചിട്ടായിരുന്നു ചെയ്തത്. അത് നിങ്ങൾക്ക് കാണുന്നില്ല, പക്ഷേങ്കിൽ അവിടെ താഴെ ഇരിപ്പുണ്ട് കേട്ടോ ഗൈസ്. ഞാൻ അത് കൂടുതലും അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനായിട്ട് തന്നെ ഊതിയൊക്കെ ഉണക്കാനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഒന്നും നടക്കുന്നില്ലായിരുന്നു.
കൊളവായി ഗൈസ്. ഫസ്റ്റ് അറ്റംപ്റ്റ് അങ്ങനെ ചീറ്റിപ്പോയി. കണ്ടോ, ഇതാണ് ഉദ്ദേശിച്ചത്. എനിക്ക് ഉദ്ദേശിച്ചതല്ല ഗൈസ് എനിക്ക് കിട്ടിയത്. ഞാനൊന്ന് ഉദ്ദേശിച്ചു, പക്ഷെ വേറൊന്നും സംഭവിച്ചു. എന്തു പറയാനാ, ചെയ്തു വന്നപ്പോൾ ഇങ്ങനെ ആയിപ്പോയി. ആദ്യത്തെ പ്രാവശ്യമല്ലേ. ഞാനതുകൊണ്ട് മാത്രം ഇങ്ങനെ സമാധാനിച്ചിരിക്കുന്നു. അപ്പതേ ഓൾമോസ്റ്റ് ഇവിടെ കൊളായി ഗൈസ്. കണ്ടോ, ഓൾമോസ്റ്റ് എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇനി ഇത് ഉണങ്ങണം. അപ്പൊ ഉണങ്ങാൻ ടൈം കൊടുക്കാം കേട്ടോ. ഞാൻ അപ്പത്തേക്ക് എന്റെ ക്ലാസ് പോയിട്ട് വരാം. ഇവിടെ കുളമായി ഇവിടെ. തൊടുന്നതെല്ലാം വള്ളിയില്ല. നമുക്കിപ്പോ തൽക്കാലം കിളിക്കാൻ മറിയാത്തേര. ഹായ് ഹായ് ഹേ. അപ്പൊ ഗൈസ്, ഇത് ഉണങ്ങി കഴിഞ്ഞിട്ട് ഞാൻ ഫൈനൽ ലുക്ക് കാണിച്ചു തരാം കേട്ടോ. പോയിട്ട് വരാം ഗൈസ്. എന്റെ അടുത്ത ട്രൈ ഞാൻ എന്തായാലും വിജയിപ്പിച്ചിരിക്കും. ഓക്കെ, ഏകദേശം ഒരു 1.5 മണിക്കൂറായിട്ടുണ്ടാകും. നമ്മള് ബോട്ടിൽ ആർട്ട് ചെയ്തത് ഉണക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ക്ലാസ്സിലൊക്കെ പോയി, ഇപ്പൊ ക്ലാസ് കഴിഞ്ഞു വന്നു. 1.5 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഉണക്കാൻ വെച്ചിട്ട്. അപ്പൊ നമുക്ക് റിസൾട്ട് എന്തായിന്ന് നോക്കാം. അപ്പൊ ഗൈസ്, ഇതാണ് നമ്മളെ സാധനം. ആണല്ലോ, ചിലതൊക്കെ കുറച്ച് ഭാഗത്തൊക്കെ കുറച്ച് ഫ്ലോപ്പ് ആയിട്ടുണ്ട്. കാരണം എന്താ പറയാ, ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഈ പോസ്റ്റർ കളേഴ്സ് ഉണ്ടല്ലോ, ഇത് വന്നിട്ട് ഇന്നാണ് ഇപ്പൊ ഇതിനു വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ടൈം യൂസ് ചെയ്യണത്. സോ ഇതില് കുറച്ച് യൂസ് ചെയ്യാണ്ട് വെച്ചതിന്റെ കുറച്ച് വെള്ളം പോലെ മുകളിലുണ്ടായിരുന്നു. അപ്പൊ അത് വെച്ചിട്ടാണ് ഞാൻ ആദ്യം എടുത്ത് യൂസ് ആക്കിയത്. അപ്പോഴത്തേക്കും വെള്ളം പോലെ ആയതുകൊണ്ടിട്ട് അതിങ്ങനെ ഒലിച്ചിങ്ങനെ പോയി, അങ്ങനെ കുറച്ച് സ്പ്രെഡ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഷെയ്ക്ക് ചെയ്തായിരുന്നു. ഷെയ്ക്ക് ചെയ്തിട്ടും വലിയ ഇതൊന്നും ഉണ്ടായില്ല. ഫസ്റ്റ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും വെള്ളം പോലെ ആയി, അതങ്ങനെ പോയി. പിന്നെ എന്നുണ്ടെങ്കിൽ അങ്ങനെ കുറച്ച് ഫോൾട്ടൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഫോൾട്ട് ഉണ്ട് ഗൈസ്, കാരണം ഞാൻ ഫസ്റ്റ് ടൈമാണ് ബോട്ടിൽ ആർട്ട് ചെയ്യണത്. എനിക്ക് വലിയ ഇതൊന്നും ഇല്ല, മീൻസ് ചെയ്ത് പ്രാക്ടീസ് ഒന്നും ഇല്ല. അത് മാത്രല്ല, ഇങ്ങനെ ഞാൻ ഇപ്പൊ ഉദ്ദേശിച്ച രീതിയിൽ ചെയ്താൽ എങ്ങനെ ആകുമെന്ന് എനിക്കൊരു ഐഡിയ പോലും ഇല്ലായിരുന്നു. അപ്പം ഇതെന്റെ ഒരു ഫസ്റ്റത്തെ ഒരു എക്സ്പെരിമെന്റും കൂടിയായിരുന്നു ഈ ഒരു ബോട്ടിൽ ആർട്ട്. എന്നാലും ഞാൻ വീഡിയോ പോലെ എടുത്തിരിക്കണം, കാരണം ജസ്റ്റ് ഒന്ന് ഒരു വീഡിയോ പോലെ ആക്കി ഇടാന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ ഇത് നോക്കി കഴിഞ്ഞപ്പോ ഇങ്ങനെ ആവുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. എന്നിരുന്നാലും കുഴപ്പമില്ല, കാണാൻ വലിയ ബോറൊന്നും ഇല്ല എന്ന് എനിക്ക് അങ്ങനെ തോന്നുന്നു. കാരണം എന്തോ ഒരു സംഭവം ആയിട്ടുണ്ട്, അലങ്കാര വസ്തു ആയിട്ടുണ്ട്. എനിക്കിപ്പോ തൽക്കാലം അത് മതി, കാരണം ഫസ്റ്റത്തെ അല്ലേ. സോ നെക്സ്റ്റ് ബോട്ടിൽ ആർട്ടെല്ലാം ഞാൻ ഗംഭീരമാക്കാൻ ശ്രമിക്കാം. പിന്നെ വേറൊരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ യൂസ് ചെയ്ത ബ്രഷ് ഇതായിരുന്നു ഗൈസ്. ഈ ബ്രഷ് വെച്ചിട്ടാണ് ഈ യെല്ലോ കളറുള്ള പെയിന്റ് ഒക്കെ അടിച്ചത്. അപ്പം കുഞ്ഞി ബ്രഷ് അല്ലേ, അതിൻ്റെതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതിപ്പോ കാണാനും മനസ്സിലാവും നിങ്ങക്ക്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാല് യൂസ് ചെയ്യുമ്പോ ഈ പോസ്റ്റർ കളർ എന്തിന്റെയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഈ പോസ്റ്റർ കളർ യൂസ് ചെയ്തതിന്റെ പ്രശ്നമാണോ ഇല്ലെങ്കിൽ ഇനി ബ്രഷിന്റെ ആണോ എന്നൊരു ഡൗട്ട് ഉണ്ട് എനിക്ക്. ഇതിന്റെ ഈ ഒരു ഭാഗമില്ലേ, ഈ മഞ്ഞ കളറുള്ള ഭാഗമില്ലേ, ഈ മഞ്ഞ കളറുള്ള ഭാഗം ഇങ്ങനെ ആയിപ്പോയതിന്റെ റീസൺ
എന്നിരുന്നാലും ഇങ്ങനെ പെട്ടെന്ന് അറ്റത്തുനിന്നൊക്കെ നോക്കുമ്പോ കൊള്ളാം. അപ്പം ഇതാണ് നമ്മളെ ബോട്ടിൽ ആർട്ട്. അപ്പം ഫസ്റ്റത്തെ ട്രൈ ആയിരുന്നു, ജസ്റ്റ് വീഡിയോ പോലെ എടുക്കാന്ന് വിചാരിച്ചു, അങ്ങനെ എടുത്തതാണ് വീഡിയോ. അപ്പം ഇത് അപ്ലോഡ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്, അപ്പം നോക്കിയിട്ട് ചെയ്യും. പിന്നെ എന്താണ്, എന്റെ ബോട്ടിൽ ആർട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കാരണം വേറൊന്നുമല്ല, ഞാനിപ്പോ സ്റ്റാർട്ടിങ് അല്ലേ, സോ സപ്പോർട്ട് ഇല്ലാണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടിട്ട് അതിന് മുമ്പോട്ട് അങ്ങോട്ടും ഇപ്പൊ ഇങ്ങനത്തെ അല്ലെങ്കിലും നല്ല നല്ല വീഡിയോസ് ഒക്കെ ഇടാനാണെങ്കിലും എനിക്ക് നിങ്ങളെ സപ്പോർട്ട് വേണം. സോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ വിലപിടിപ്പുള്ള കമന്റുകൾ, അതായത് എന്തെങ്കിലും ഫോൾട്ടോ എന്തെങ്കിലും തെറ്റ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ഇട്ട് അറിയിക്കുക. എന്ന് പറഞ്ഞ് എന്നെ വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, നല്ല രീതിക്ക് കമന്റ് ഒക്കെ ഇട്ട് അപ്പം എനിക്കറിയാൻ പറ്റുമല്ലോ എന്താ പറയാ, എന്റെ ഫോൾട്ട് എല്ലാം മനസ്സിലായി എനിക്ക്. പിന്നെ അടുത്ത വീഡിയോസിൽ അതിനെക്കാട്ടി ആ ഫോൾട്ട് എല്ലാം നികത്തി അതെല്ലാം കറക്റ്റ് ആക്കി എനിക്ക് മുമ്പോട്ടുള്ള വീഡിയോസിൽ എനിക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും നിങ്ങളെ കമന്റ്സ്. സോ എല്ലാരും കമന്റ് ചെയ്യണം. അപ്പൊ അത്രേ ഉള്ളൂ കേട്ടാ. അപ്പൊ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.